ഇന്ന് രാത്രി നിങ്ങളുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നെന്ന് കരുതൂ. ലോകം വലിയൊരു പ്രളയത്തിലേക്ക് പോകുന്നു, ഉടൻ തയ്യാറാകുക. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കുവോ? അതോ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കും, ഇസ് ദിസ് റിയൽ? ഇത് റിയൽ ആണോ? പിന്നെ യൂട്യൂബ് ടോപ്പ് 10 റീസൺസ് വൈ ദിസ് ഫ്ലഡ് ഈസ് ഫേക്ക്. ഇതാണ് ഇന്നത്തെ ലോകം. എല്ലാത്തിനും എവിഡൻസ് വേണം, ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഏകദേശം ഒരു 4000 വർഷം പിന്നിലേക്ക് പോകാം. അന്ന് നമ്മുടെ ഗൂഗിൾ മാപ്പ് ഇല്ല, സാറ്റലൈറ്റ് ഇല്ല, വാട്സപ്പ് ഇല്ല. എന്നിട്ടും ഒരു മനുഷ്യൻ കാടിന്റെ നടുവിൽ ഒരു ഭീമൻ കപ്പൽ പണിയാൻ തുടങ്ങി. ഒരൊറ്റ കാരണം മാത്രം, ദൈവം പറഞ്ഞു. അവന്റെ അയൽവക്കക്കാരൊക്കെ ചോദിച്ചു കാണത്തില്ലേ, ഇതെന്താ വട്ടാണോ? ഞാൻ ആലോചിക്കാറുണ്ട്, ആ മനുഷ്യൻ ഇന്നാണ് ജീവിച്ചിരുന്നതെങ്കിൽ ഇന്നത്തെ ആളുകൾ എന്തായിരിക്കും പറയുക, എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? എന്നെ പൊന്നു ചേട്ടാ, കടലൊന്നും ഇന്ന് ഗൂഗിൾ മാപ്സിൽ പോലും കാണുന്നില്ല, കപ്പലൊക്കെ ഓടിക്കാൻ എവിടെയാണ് വെള്ളം? അല്ലെങ്കിൽ ഒരാൾ പറയും, ബിസിനസ് പൊളിഞ്ഞതിന്റെ സൈഡ് എഫക്റ്റ് ആണെന്ന് തോന്നുന്നു. മറ്റൊരാൾ വേണേ പറയാം, യൂട്യൂബ് ചാനലിന് ഹൈപ്പ് കിട്ടാൻ വേണ്ടി വൈറലാക്കാനുള്ള എന്തോ കാര്യം ചെയ്യുകയാണ്, അല്ലെ? പക്ഷേ ലോകം മുഴുവൻ നോഹയെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ അവനെ പരിഹസിക്കുമ്പോൾ, അവനെ കളിയാക്കുമ്പോൾ, ദൈവം അവനെ സുരക്ഷിതമാക്കുകയായിരുന്നു. കാരണം ബൈബിൾ പറയുന്നു, നോഹ കർത്താവിന്റെ ദൃഷ്ടിയിൽ കൃപ കണ്ടെത്തി. ഉൽപ്പത്തി 6:8. ദൈവം നോഹയോട് പറഞ്ഞു, നിനക്കായി ഒരു പെട്ടകം ഉണ്ടാക്കുക. ഉൽപ്പത്തി 6:14. അവിടെ ഇന്നത്തെ പോലെ പവർ പോയിന്റ് ഇല്ല, PDF ഇല്ല, യൂട്യൂബ് ട്യൂട്ടോറിയൽ ഇല്ല, AI ഇല്ല. ഒരേ ഒരു കാര്യം മാത്രം, പണിയൂ. നോഹ ദൈവം പറഞ്ഞത് ശ്രദ്ധയോടെ മനസ്സിലാക്കി യാതൊരു ചോദ്യവും സംശയവും ഇല്ലാതെ കപ്പൽ പണിതു. ഇന്നും ദൈവം നമ്മളോട് പറയുന്നത് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ക്ഷമിക്കൂ, കള്ളം പറയരുത്, എന്നെ കാത്തിരിക്കൂ. നോഹയ്ക്ക് പകരം നമ്മളായിരുന്നുവെങ്കിൽ എന്തായിരിക്കും പറയുക? കർത്താവേ, മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, ഇത് ഇച്ചിരി പ്രയാസമാണ്, കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള എന്തെങ്കിലും ഒക്കെ എന്ന് തന്നാൽ ഞാൻ ഉണ്ടാക്കാം. പെട്ടകം ഉണ്ടാകട്ടെ എന്ന് നിനക്ക് പറഞ്ഞാൽ എന്താ? ഞാൻ എന്തിനിങ്ങനെ കഷ്ടപ്പെടുന്നത്? ഒരു വാക്കിന്റെ കാര്യമല്ലേ ഉള്ളൂ, മനുഷ്യനെ ഉണ്ടാക്കി ദൈവമല്ലേ. പക്ഷെ നോഹ അങ്ങനൊന്നും പറഞ്ഞില്ല. ബൈബിൾ വളരെ ലളിതമായി പറയുന്നു, ദൈവം കൽപ്പിച്ചതുപോലെയെല്ലാം നോഹ ചെയ്തു. ഉൽപ്പത്തി 6:22. അതാണ് നോഹയുടെ ഏറ്റവും വലിയ ശക്തി, അവന്റെ അനുസരണ. ദൈവം പറഞ്ഞു, നോഹ അനുസരിച്ചു. ഇവിടെ സമ്പത്തല്ല, പ്രശസ്തിയല്ല, കുറ്റമല്ല, തൃപ്തിയില്ലായ്മയല്ല. ദൈവം പറഞ്ഞു, അതുകൊണ്ട് കണ്ണും പൂട്ടിയുള്ളൊരു അനുസരണം. വർഷങ്ങൾ ഇങ്ങനെ കടന്നുപോയി. നോഹ തന്റെ കപ്പൽ പണിതുകൊണ്ടേയിരുന്നു. കപ്പൽ അവസാനം പൂർണ്ണതയിലെത്തി. പക്ഷെ പരിഹാസവും വലുതായി. മഴ എവിടെ? പ്രളയം എവിടെ? എത്ര വർഷമായി ഇവൻ ഇങ്ങനെ കടന്ന് ചെയ്യുന്നു? ഇത് കേൾക്കുമ്പോൾ ഇന്നത്തെ ലോകം ഓർമ്മ വരുന്നില്ലേ? ഒരു മനുഷ്യൻ ദൈവത്തിന്റെ വഴിയിൽ നടക്കാൻ തുടങ്ങിയ ലൈഫ് എൻജോയ് ചെയ്യാൻ അവൻ അറിയില്ല. ലൈഫ് ഷുഡ് ബി സോ കൂൾ ബഡീസ് എന്നൊക്കെയാണ് ആദ്യം കേൾക്കുന്നത്, അല്ലെ? പക്ഷേ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് വേറൊരു കാര്യമാണ്. ദൈവം വിളിച്ച മനുഷ്യനെ ആദ്യം മനസ്സിലാക്കുന്നത് ജനക്കൂട്ടമല്ല, സമയമാണ്, അവന്റെ ക്ഷമതയാണ്, അവന്റെ ക്ഷമയാണ്. അവനെ ഒന്നിനും കൊള്ളില്ല എന്ന് അന്ന് മനുഷ്യൻ പറഞ്ഞു. അവന് വട്ടാണ് എന്ന് പരിഹസിച്ചു. തുടർച്ചയായി അവനെ കളിയാക്കി. ഇവനെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഇതിന്റെ ഇടയിൽ ഒരു കാര്യം ഓർമ്മിപ്പിച്ചോട്ടെ, എന്നെ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ, അല്ലെങ്കിൽ നമ്മൾക്ക് വീണ്ടും ഒരിക്കലും കാണാൻ പറ്റില്ല കേട്ടോ. നിങ്ങളുടെ കമന്റ് കൂടി എന്നെ അറിയിക്കുകയാണെങ്കിൽ അതൊക്കെ ഒരു സന്തോഷം തന്നെയാണ്. അപ്പൊ നമ്മളെവിടെ ആയിരുന്നു? ജനങ്ങൾ അവനെ കളിയാക്കി, അല്ലേ? ഓക്കെ. പക്ഷെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വിചിത്രമായ ഒരു കാഴ്ചയാണ്. ഒരു ദിവസം കാട്ടിലെ എല്ലാ മൃഗങ്ങളും കൂടെ ഒരു ദിശയിലേക്ക് നടക്കാൻ തുടങ്ങി. അതും ജോഡി ജോഡികളായി നേരെ നോഹയുടെ പെട്ടകത്തിലേക്ക് നടപ്പ്. എന്തുകൊണ്ട്? സിംഹം, ആന, പുലി, ഒട്ടകം, മാൻ, മുയൽ എന്ന് വേണ്ട ചെറിയ ഉറുമ്പ് മുതൽ വലിയ വലിയ ആന വരെ. ഇന്നത്തെ പോലെ അന്ന് ആരും വാട്സാപ്പ് ലൊക്കേഷൻ ഒന്നും അയച്ചു കൊടുത്തില്ല കേട്ടോ. ഗൂഗിൾ മാപ്സ് ഒന്നും ഉപയോഗിച്ചില്ല. ദൈവം വിളിച്ചു, അവ എത്തി. എന്തായാലും ഇത് നടന്നെങ്കിൽ ആരെങ്കിലും ഉടനെ അത് റെക്കോർഡ് ചെയ്യും, യൂട്യൂബിൽ ഇടും, മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇടും. ആദ്യത്തെ കമന്റ് ഇതായിരിക്കും, AI വീഡിയോ. ഇസ്ന്റ് ഇറ്റ്? രണ്ടാമത്തെ, CGI ആണ്, വിശ്വസിക്കേണ്ട. മൂന്നാമത്തെ, വ്യൂസിന് വേണ്ടി ഉണ്ടാക്കിയ ഫേക്ക് സ്റ്റോറി, എല്ലാരും അഭിനയിക്കുകയാണ്, കണ്ടാലറിയാം. പക്ഷെ ബൈബിൾ ഒരു കഥയല്ല, ഒരു ചരിത്രമാണ്. ഓരോ മൃഗവും അകത്ത് കയറി, നോഹയും കുടുംബവും അകത്ത് കയറി. അപ്പോൾ ബൈബിൾ ഒരു വാക്യം മാത്രം പറയുന്നു, കർത്താവ് തന്നെ വാതിലടച്ചു. ഉൽപ്പത്തി 7:16. ശ്രദ്ധിച്ചോ, ഇവിടെ വാതിലടച്ചത് നോഹയല്ല, ദൈവമാണ്. കാരണം രക്ഷയുടെ വാതിൽ തുറക്കുന്നതും അടയ്ക്കുന്നതും അവന്റെ സമയത്താണ്. ചിലര് പുറത്ത് എപ്പോഴും ചിരിക്കുന്നുണ്ടാവും, അല്ലേ? നോഹയൊക്കെ കപ്പലിൽ ഇരുന്ന സമയത്തും ഇത്ര നാൾ കാത്തിരുന്നു, മഴ എവിടെ, വട്ടൻ പോയി കപ്പലിനകത്ത് കയറി ഇരിക്കുകയാണ് എന്നുള്ള മട്ടിൽ, ഇല്ലേ?
ഇവനൊരു കഴിവുമില്ല, ഇവനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. പക്ഷേ അടുത്ത നിമിഷം ഒരു മഴത്തുള്ളി വീണു. ഒബ്വിയസ്ലി യാദൃശ്ചികം. രണ്ടാമത്തെ മഴത്തുള്ളി ഒരു സാധാരണ മഴ. പിന്നെ ആകാശം തുറന്നു, ഭൂമിയുടെ ഉറവകളും പൊട്ടി തുറന്നു. ഇന്നലെ വരെ ചിരിച്ചവർ ഇന്ന് രക്ഷയ്ക്കായി ഓടി, ചിന്നിച്ചിതറി ജീവനായി നിലവിളിച്ചു. അവനെ വട്ടൻ എന്ന് വിളിച്ചവർ ഇന്ന് ദൈവത്തിന്റെ ശിക്ഷാവിധിയുടെ നടുവിൽ. ചില തീരുമാനങ്ങൾ വൈകിയാൽ അത് തിരുത്താനുള്ള അവസരം ലഭിക്കണം എന്നില്ല. ഇന്നും ലോകം അതേ ചോദ്യമാണ് ചോദിക്കുന്നത്. ദൈവത്തെ വിശ്വസിച്ചിട്ട് എന്ത് കിട്ടും? സത്യസന്ധമായി ജീവിച്ചിട്ട് എന്താണ് പ്രയോജനം? എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്താൽ പോരെ? നോഹ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു കാര്യം മാത്രം: ജനത്തിന്റെ അഭിപ്രായത്തെ അല്ല, ദൈവത്തെ അനുസരിക്കുക, അവന്റെ നീതി നടപ്പാക്കുക. ഹീബ്രു 11:7 പറയുന്നത് വിശ്വാസത്താൽ നോഹ തന്റെ കുടുംബത്തെ രക്ഷിക്കുന്നതിനായി പെട്ടകം പണിതു എന്നാണ്. നോഹ കുടുംബത്തെ രക്ഷിച്ചത് അവന്റെ ബുദ്ധി കൊണ്ടല്ല, അവന്റെ പ്രശസ്തി കൊണ്ടല്ല, അവന്റെ ചുറ്റും ഒരു ലോകം മുഴുവൻ നിന്നതുകൊണ്ടല്ല, അവന്റെ അനുസരണ കൊണ്ടാണ്, അവന്റെ ക്ഷമത കൊണ്ടാണ്, അവന്റെ ക്ഷമ കൊണ്ടാണ്. ഒരു പക്ഷേ ദൈവം നിങ്ങളോട് ഒരു പെട്ടകം പണിയാൻ പറയുന്നുണ്ടാവാം. ഒരു തെറ്റായ വഴി ഉപേക്ഷിക്കാൻ, ഒരു വ്യക്തിയോട് ക്ഷമിക്കാൻ, ലോകത്തെ പേടിക്കാതെ ഇരിക്കാൻ, അല്ലെങ്കിൽ എല്ലാവരും എതിർത്താലും ശരിയായ വഴിയിൽ നടക്കാൻ. ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഈ കഥ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. എന്നെ വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ? എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ നീതി അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് നിത്യമായിട്ടുള്ളതാണ്. ആരെയും കളിയാക്കാതെ, വില കുറച്ച് കാണാതെ ഇരിക്കുക. നിങ്ങളെ സൃഷ്ടിച്ച ദൈവം തന്നെയാണ് മറ്റൊരുവനെയും സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കുക. കാരണം നീ അവനെ അല്ലെങ്കിൽ അവളെ നിന്ദിക്കുന്നത് കൊണ്ട് നീ നിന്റെ ദൈവത്തെ തന്നെയാണ് നിന്ദിക്കുന്നതെന്ന് മാത്രം ഓർക്കുക. സ്തുതിയായിരിക്കട്ടെ.